ട്വൻറ്റീസിലാണോ തേർട്ടീസിലാണോ പ്രഗ്നൻ്റ് ആവാൻ പറ്റിയത്? ഏത് ഏജിൽ പ്രഗ്നൻ്റ് ആവുന്നതാണ് ഏറ്റവും നല്ലത്? എല്ലാവർക്കും തോന്നാറുണ്ടല്ലേ? രണ്ട് ഏജ് ഗ്രൂപ്പാണുള്ളത്. ഒന്ന് മെൻ്റൽ ഏജും ഫിസിക്കൽ ഏജും. മെൻ്റൽ ഏജ് എന്ന് പറയുന്നത് ഒരു സ്ത്രീ എപ്പോഴാണോ മനസ്സുകൊണ്ട് പ്രഗ്നൻ്റ് ആവാം അല്ലെങ്കിൽ ഒരു അമ്മയാവാം എന്ന് തീരുമാനമെടുക്കുന്നത്, അതാണ് മെൻ്റൽ ഏജ്. മെഡിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫിസിക്കൽ ഏജ് ആണ്. ഇതൊരു 20 മുതൽ 35 വരെയാണ് പ്രഗ്നൻ്റ് ആവാൻ സ്യൂട്ടബിൾ എന്ന് നമ്മൾ പറയുന്നത്. അതിൽ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഏർലി 20s ആണ്. അതായത് 23, 24, 25. ഈ സമയത്ത് കോംപ്ലിക്കേഷൻസ് കുറവായിരിക്കും, പ്രഗ്നൻസി എളുപ്പം തന്നെ സാധ്യമാകും. അതുപോലെ തന്നെ എഗ് റിസർവ് ഒക്കെ നല്ലപോലെ ഉള്ള ഒരു സമയമായിരിക്കാം. ഇപ്പം നമുക്കറിയാം, എല്ലാവരും വിവാഹം കഴിക്കുന്നത് തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ്. ലേറ്റ് 20സിൽ അല്ലെങ്കിൽ ഏർലി 30സിലൊക്കെയാണ്. അവരുടെ കരിയർ ഡെവലപ്മെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ നല്ലൊരു പാർട്ട്ണറെ കിട്ടാൻ വേണ്ടിയിട്ട്, അതുപോലത്തെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഒക്കെ നോക്കിയാണ് ഇത്രയും ഡിലേ ആവുന്നത്. ഡിലേ ആയിട്ട് മാരേജ് കഴിഞ്ഞാൽ തന്നെ പിന്നെയും ഒരു 2-3 വർഷമൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് അവരൊരു കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്യുന്നത്. എന്നിട്ടും കുഞ്ഞുണ്ടാവാതെ വരുമ്പോൾ ഒരു 35 ഒക്കെ ആവുമ്പോഴായിരിക്കാം, അയ്യോ ഇതുവരെ നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒന്നും എടുത്തില്ലല്ലോ, ഇനി ഒരു ട്രീറ്റ്മെൻ്റ് എല്ലാം എടുക്കണമല്ലോ എന്ന് ആലോചിച്ച് ഒരു ട്രീറ്റ്മെൻറ്റിന് പോകുന്നത്. 35 എബോ ഒക്കെ ആകുമ്പോഴത്തേനും എഗ് ക്വാളിറ്റി കുറഞ്ഞു തുടങ്ങും, എഗ് റിസർവ് കുറഞ്ഞു തുടങ്ങും, കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതകൾ കൂടും. അതുകൊണ്ട് എപ്പോഴും നല്ലത് ഏർലി 20സിലാണ്.